നയന പറയുന്നുണ്ടായിരുന്നു, അച്ഛന് അറ്റാക്ക് വന്ന ശേഷം ഞാൻ നല്ല രീതിയിൽ അധ്വാനിച്ചാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പം ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ കല്യാണം നടന്നത്. അപ്പം അതിനുശേഷം ഏത് സമയവും ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥയിലുള്ള എൻ്റെ അച്ഛൻ രാപ്പകലില്ലാതെ ജോലി ചെയ്യാണ്. എന്നാലും അടുത്ത അച്ഛൻ്റെ ശരീരം എത്തുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അവിടെ പൈസ കൊണ്ടു കൊടുത്തത്, അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനും സങ്കടപ്പെടുത്താനോ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നയന സങ്കടത്തോടു കൂടി അവിടുന്ന് പോകും. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ നിൽക്കുന്ന നയനമോളുടെ ചേച്ചി മാത്രമല്ല, നീയും നിൻ്റെ മരുമോളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ദേവയാനി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ നവ്യാണെങ്കിലും അത് ഇഷ്ടപ്പെടാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനെ കാണാനായിട്ട് ഒരാൾ വരികയാണ്. അപ്പോൾ ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിലെ 4 ക്ഷേത്രങ്ങളിലെ ഓർഡറുമായിട്ടാണ്. അപ്പോൾ ഭഗവാന്റെ കുറച്ച് പ്രതിമകൾ വേണം, അപ്പോൾ അത് കുറച്ച് സമയം എടുത്തായാലും ഇങ്ങനെ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അയാളെ സ്വീകരിച്ച് അവിടെ ഇരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ ഇങ്ങനെ ഓർഡറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് പൈസയൊന്നും ഒരു പ്രശ്നമേ അല്ല, പക്ഷേ നല്ല ഭഗവാന്റെ വിഗ്രഹം ചെയ്തു വരുന്ന സമയത്ത് നല്ല ജീവനുണ്ടെന്ന് തോന്നണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് എന്നൊക്കെ കനക വന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റിൽ വേണമെന്ന് പറയുകയാണ്. പിന്നീട് നയനേനെ ചോദിക്കുന്നുണ്ട് അയാളാണെങ്കിലും. അപ്പോൾ അയാൾ നയനയുടെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഗോവിന്ദൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ തന്നെ പറയുകയാണ്, നയന ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഓർഡറുമായിട്ട് വന്നത്. അപ്പോൾ മോളില്ലെങ്കിൽ ആ ഓർഡർ തരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു നോക്കുന്നുണ്ട്, മോളെ ഞാനല്ലേ ഇതെല്ലാം പഠിപ്പിച്ചത്, അപ്പോൾ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ അയാൾക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ നയനമോൾ ചെയ്താൽ അത് വേറൊരു ഇതാണ്, ആ കുട്ടിയുടെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓർഡർ കൊടുക്കുന്നില്ല. അപ്പോൾ കനകയാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ നയനമോൾ ഈ വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ ഓർഡർ തരാം, അല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എനിക്ക് നോക്കണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അയാൾ അത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം പിന്നീട് അയാൾ പറയുന്നുണ്ടായിരുന്നു, മൂർത്തീസ് ജ്വല്ലറിയുടെ 50ാമത്തെ വാർഷികത്തിന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് മോള് ആ ഭഗവാന്റെ വിഗ്രഹം മോടി പിടിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ എന്തൊരു ഇതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മൂർത്തി സാറ് ഇങ്ങനെ കൊച്ചുമക്കളെ കൊണ്ട് അവരെ കല്യാണം കഴിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ആ മോളുടെ കഴിവ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഓർഡർ കൊടുക്കുന്നില്ല. പിന്നീട് ഇങ്ങനെ അയാൾ തിരിച്ചു പോകുന്നുണ്ട്. നയന വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓർഡർ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവും. പിന്നീട് കനകയാണെങ്കിലും ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് നയനമോളെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും കനകയോട് പറയുന്നുണ്ടായിരുന്നു, അത് ശരിയല്ല, കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികളെ ഇങ്ങോട്ട് വിളിച്ച് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. മോള് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും, പക്ഷേ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. ആ ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ 1-2 ലക്ഷം നമ്മുടെ കയ്യിൽ ഇരുന്നേനെന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നയന വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ മാത്രമേ അയാൾ അത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നീട് നയന റൂമിലേക്ക് വരുന്ന സമയത്ത് നയനയോട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിനക്കൊരു ഓഫർ തരാം, നീ നന്നായിട്ട് ഡിസൈനൊക്കെ വരയ്ക്കുന്നല്ലേ, അപ്പോൾ നിനക്ക് നമ്മുടെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പവിത്രേനേക്കാളും നന്നായിട്ട് നീ വരയ്ക്കുമല്ലോ, അപ്പോൾ പവിത്രേനേക്കാളും നല്ലൊരു പോസ്റ്റ് ആയിരിക്കും നിനക്ക് എന്ന് പറയുമ്പോൾ നയന അതൊന്നും വേണ്ട, അതിൻ്റെ പേരിൽ ഇനി വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാവണ്ട എന്നുള്ളതിൽ സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനോട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയോടോ എന്ന്. അപ്പോൾ അമ്മേനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, പക്ഷേ അമ്മ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ജാനകി റൂമിലേക്ക് വരുന്നുണ്ട്. നയനയും ആദർശം കൂടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജാനകി വരുന്നത്. അപ്പോൾ എന്താ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നയന ജോലി വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദർശ് ജാനകിനോട് പറയുകയാണ്. അപ്പോൾ മോളെ എങ്ങനെയാണ് അത് പറയാതിരിക്കുക, നീ പറഞ്ഞിട്ടല്ലേ മോള് 1 ലക്ഷം രൂപയും കൊണ്ട് മോളുടെ വീട്ടിലേക്ക് പോയത്, അതിനിപ്പോൾ ഏട്ടത്തെയും ചലിച്ചും കൂടെ എന്തൊക്കെയാണ് പറഞ്ഞെന്നറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട്. എന്നിട്ട് നയനേനെ നീ കുറച്ചുകൂടി മനസ്സിലാക്കണം, അതുപോലെ തന്നെ മോളുണ്ടായതുകൊണ്ടാണ് നമുക്കിന്ന് ഇങ്ങനെ ലക്ഷങ്ങളുടെ ഓർഡർ കിട്ടിയത്, അതൊക്കെ നീ മനസ്സിലാക്കണം. മോള് ഇങ്ങനെ വലിയൊരു വീട്ടിൽ നിന്നൊന്നല്ല സമ്പത്തുള്ള വീട്ടിൽ നിന്നൊന്നുമല്ല വന്നതെങ്കിലും മോള് തനി തങ്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തിനാ അവളെ പൊന്നണിഞ്ഞ് നിൽക്കുന്നതെന്നൊക്കെ സ്വർണ്ണം അണിഞ്ഞ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ നയനേനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ ജോലി വേണ്ടാന്ന് പറഞ്ഞതെന്ന് പിന്നീട് ആദർശിനും ഇങ്ങനെ തോന്നുന്നുണ്ട്. പിന്നീട് അനിയും നന്ദും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരാധിക കത്തയച്ച കാര്യങ്ങളും ആ കത്തും ഒക്കെ ഇങ്ങനെ നന്ദുവിന് കൊടുക്കുന്നുണ്ട്. നന്ദു അത് വായിക്കുന്നുണ്ട്. പിന്നീട് അവരിങ്ങനെ കവിതയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു കവിത എഴുതിയപ്പോഴേക്കും എനിക്കിങ്ങനെ ആരാധികമാരായല്ലോ, ഇനിയിപ്പോൾ 1-2 കവിതയും കൂടെ എഴുതി കഴിഞ്ഞാൽ ആരാധികമാരുടെ ബഹളമായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുവിനോട് അനി ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇതൊക്കെ കണ്ടിട്ട് ചെറിയൊരു അസൂയ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ചെറുതൊന്നുമല്ല, നല്ല അസൂയ ഉണ്ടെന്ന്. പിന്നീട് അവർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നയന ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തതും അതുപോലെ തന്നെ ഇനിയും ബാക്കിയുള്ള കടം ഞാൻ തന്നെ 1 വീട്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദർശേട്ടൻ ജോലി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു.
അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ, കടം വീട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ആദർശ് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനറിയാതെ നീ അവൾക്ക് പൈസയൊക്കെ കൊടുക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യമൊക്കെ അമ്മ അറിഞ്ഞു കാണല്ലോ, അതുപോലെയാണ് അവളെ എല്ലായിടത്തും എന്നെ രക്ഷിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പൈസ ഞാൻ അവൾക്ക് നിർബന്ധിച്ച് കൊടുത്തതാണ്, അവൾ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ കയ്യിലേക്ക് ഞാനാണ് നിർബന്ധിച്ച് പൈസ വെച്ച് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേനിക്ക് അതൊന്നും അത്രയ്ക്കും ഇഷ്ടമൊന്നുമല്ല. ഇപ്പം ഞാൻ അവൾക്കൊരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ അവൾ അമ്മേനെ പേടിച്ച് അത് വേണ്ടാന്ന് പറയുകയാണെന്ന് പറയുമ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അവൾ എന്നെ പേടിച്ച് ജോലി വേണ്ടെന്ന് വെക്കൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒരാളെങ്ങനെ അടിച്ചമർത്തുമ്പോഴും അവരുടെ കഴിവിനെ കണ്ടില്ലെന്ന് വെക്കാനൊന്നും പറ്റില്ല, അവൾ നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നിനക്കിപ്പോൾ അവൾ മൂന്നാമതൊരാളായിട്ടും അതുപോലെ തന്നെ വിരുന്നുകാരിയായിട്ടൊന്നും തോന്നുന്നില്ലല്ലേ, നിൻ്റെ മനസ്സിലേക്ക് അവൾ അങ്ങ് ഇടിച്ചു കയറുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇങ്ങനെ രക്ഷിക്കുന്ന സമയത്ത് അയാളെ നമ്മൾ മാറ്റി നിർത്തുമെന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവരെ കൂടെ നിർത്താനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിനാണ് അവൾക്കൊരു ജോലി കൊടുക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജോലി കൊടുത്തിട്ടും അവളത് വേണ്ടാന്ന് പറയുകയാണെന്ന് പറയുമ്പോൾ നീ എടുക്കുന്ന എന്ത് തീരുമാനങ്ങളും ഞാൻ അതിനെതിരൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദർശ് ഓർക്കുന്നുണ്ട്, ഭാര്യയും ശരിയാണ് അമ്മയും ശരിയാണ്, പക്ഷേ അവളെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് ഇളയച്ചൻ പത്രം വായിക്കുന്ന സമയത്ത് ആദർശ് വന്നിട്ട് ഇങ്ങനെ നയനയ്ക്ക് ജോലി കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു, അമ്മ അവൾക്ക് ജോലി കൊടുക്കാനാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയനമോൾ ഇങ്ങനെ അവിടെ വന്നതുകൊണ്ട് നിനക്കും അതുപോലെ തന്നെ നമ്മളുടെ കമ്പനിക്കും ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നയനേനെ സ്നേഹിക്കുന്ന കാര്യങ്ങളും അവളെ കൊണ്ട് പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഇളയച്ചൻ ഇങ്ങനെ ആദർശിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ്സിൽ നീ മുത്തശ്ശിയേക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ്, അത് അച്ഛനും സമ്മതിച്ച കാര്യം തന്നെയാണ്, പക്ഷേ കുടുംബജീവിതത്തിൽ നീ സീറോയാണെന്ന് പറയും വേണമെങ്കിൽ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെയൊന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ സീറോയുടെ ഇപ്പുറത്ത് ഞാനൊരു 0 ഇട്ട് തരാം, ഒരു 10% ആക്കാം, പക്ഷേ നീ അത് 100 ആക്കാൻ ശ്രമിക്കണം, ഇടയ്ക്ക് നിങ്ങളെപ്പോഴോ പുറത്തു പോയി എന്നൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ അത് മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ ശ്രമിക്കാമെന്നൊക്കെ പറയുകയാണ്, അപ്പോൾ അതിന് വേണ്ട ഉപദേശങ്ങളൊക്കെ ഞാൻ തരാമെന്ന് പറയുമ്പോൾ ആദർശ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തൽക്കാലം ഇളയച്ചൻ്റെ ഉപദേശമൊന്നും ഇല്ലാതെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ആദർശ് റൂമിലേക്കാണ് വരുന്നത്. റൂമിൽ വന്നിട്ട് ബെഡിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നൈനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഓർക്കുന്നത്. അന്ന് ക്ലയൻസ് വന്ന സമയത്തും അവർക്ക് നൈന വരച്ച ഡിസൈനാണല്ലോ ഇഷ്ടപ്പെട്ടത്, അഭി വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളും, ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇത് മാറ്റി വെച്ചിട്ടാണോ സാറേ ഞങ്ങളെ ആ ഡിസൈൻ കാണിച്ചത്, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്, എന്നാൽ സിമ്പിളുമാണ്, ഇതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞതും അതുപോലെ തന്നെ സാറിൻ്റെ വൈഫായ ഈ മാഡത്തിനെ ശരിക്കും പ്രയോജനപ്പെടുത്തണം, ഇവർ കമ്പനിക്ക് ഒരു അസറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുകയാണ്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നൈന അങ്ങനെ ആ മത്സരത്തിൽ പങ്കെടുത്ത് ഇങ്ങനെ പ്രൈസ് വാങ്ങിച്ച കാര്യങ്ങളും എല്ലാം തന്നെ ആദർശം ഓർക്കുന്നുണ്ട്. അതിനുശേഷം നൈന എന്തോ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ആദർശ് പിറകിലൂടെ വന്നിട്ട് എടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളിൽ വെച്ച് കൈവച്ച് വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നൈന പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പേടിച്ച് പോയി എന്നൊക്കെ പറയാണ്. നീ ആരാന്ന് വിചാരിച്ചത്, വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് നൈന പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ഒരാൾ പിറകിലൂടെ വന്ന് കൈവച്ചാൽ ഇങ്ങനെ ആരായാലും പേടിച്ച് പോവില്ലേ എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് പേടിയൊക്കെ ഉണ്ടല്ലേ എന്ന്. അപ്പോൾ എനിക്ക് അത്തരം വികാരങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ നൈനയും പറയുന്നുണ്ട്. പിന്നീട് നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ട് എന്ന് പറയാണ്. പിന്നീട് നൈനയോട് പുറത്തു പോകുന്ന കാര്യം പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പുറത്തു പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടാവില്ല, അമ്മ അറിഞ്ഞ എന്തെങ്കിലും പറയുമെന്ന് പറയാണ്. അമ്മ കുറച്ചൊക്കെ നിനക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അമ്മ എതിർപ്പൊന്നും പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയാണ്. അപ്പോൾ നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നൈനയോട്. ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്നല്ലേ പറഞ്ഞത്, ഇപ്പം എന്തിനാ പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വേറൊരു കാര്യത്തിനാണ് പോകുന്നത്, ഞാൻ പുറത്ത് പോയി വരുമ്പോഴേക്കും നീ ഫ്രഷ് ആയിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ കുളിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് ജോലിയൊക്കെ ചെയ്തതല്ലേ, വീണ്ടും ഒന്നുകൂടി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുമെന്ന് പറയുകയാണ്. പിന്നീട് ആദർശ് അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇന്നെന്താ അപ്പോൾ രണ്ടുപേർക്കും കൂടെ പുറത്ത് പോകാനൊക്കെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ, എന്താ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി, എന്താ അങ്ങനെ തോന്നാൻ പാടില്ല, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, നീ റെഡി ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകും. പിന്നീട് നൈനിയാണെങ്കിലും അതന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് ഭയങ്കര സന്തോഷത്തിൽ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്